ഇന്ന് സൺഡേ ആയതുകൊണ്ടും അവധിയായിട്ടിരിക്കണതുകൊണ്ടും ഞങ്ങൾ വീട്ടിൽ 4 പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബോറടിച്ചിരിക്കണം, അവർക്ക് ബോറായിട്ടിരിക്കണം. അങ്ങനെ പുറത്ത് പോകാൻ തീരുമാനിച്ചു. പെട്ടെന്ന് പോകാനായിട്ടൊരു സ്പോട്ടെന്ന് പറയാൻ ഇവിടെ തൃശ്ശൂരും പാലക്കാടും ബോർഡറായ മായന്നൂർ അതായത് നമ്മൾ ഭാരതപ്പുഴ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിട്ട് റെഡിയായി. അതറിഞ്ഞ് ഭാരതപ്പുഴയിൽ പോകണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് 2 ആൾക്കും ഹാപ്പി ആയിരുന്നു. അവർക്ക് കളിക്കാനും നല്ല ഓടാനൊക്കെ നല്ല സൗകര്യമുള്ളതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ എത്തിയപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കാണുന്നതോ ഐസ്ക്രീം. ചെറുതിനാണെങ്കിൽ ചുമയൊന്ന് കുറഞ്ഞ് വരണതേ ഉള്ളൂ. പിന്നെ മൂത്ത ആൾക്ക് കുഴപ്പമില്ല, അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിവാശി കാണിച്ചു. അങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് 2 ആൾക്ക് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീം കൊടുത്തതും കല്ല് അതും കൊണ്ടോടി. അപ്പോഴത്തേക്ക് പിന്നെ അപ്പം ചെറുതിനെ പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൂടെ താന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി. ഐസ്ക്രീമിൽ നിന്ന് കുറച്ച് അവൾക്കും കൊടുത്തു. കല്ലൂന്ന് വിളിക്കുന്നുണ്ട് ഇടയ്ക്ക്, എനിക്ക് താന്നുള്ള ഇതില്ല കൊടുക്കാൻ വേണ്ടി. അപ്പം പിന്നെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ വെള്ളം പിന്നെ അവിടെ ബലൂൺ വെച്ചൊരു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സെലിബ്രേഷന് വേണ്ടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ബലൂൺ വേണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഐസ്ക്രീം അവളെ നിന്ന് മേടിച്ച് ഞാൻ ചെറിയ ആൾക്കും കൊടുത്തു. അതിനുശേഷം ഞങ്ങളിങ്ങനെ പുറപ്പെട്ട് നടന്നിറങ്ങി വന്നപ്പോഴത്തേക്ക് കുറേ പുല്ലുണ്ടായിരുന്നു. അതിൽ നിന്ന് ആ പൂവൊക്കെ പറിച്ച് ഒരാൾക്ക് കൊടുത്തു. ഒരാൾക്കാണെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല, ചെരുപ്പിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ മണ്ണിൽ അങ്ങനെ കിടക്കണമുണ്ട്. പിന്നെ ഇറങ്ങിയും കയറിയൊക്കെയാണ് മണലുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നെ, അമ്മ വന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു നടന്നു വാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചെരുപ്പ് ഊരിയൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ അവർ 2 പേരും കൂടെ പയ്യെ നടന്നു വന്നു. മൂത്ത ആളിനാണെങ്കിൽ മണ്ണ് കണ്ടപ്പോൾ വാരി കളി പൊക്കി എറിച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ വഴക്ക് പറയുകയും ചെയ്തു, മണ്ണ് പൊക്കി എറിയരുത് കണ്ണി വീഴും എന്ന്. അതിന് പിന്നെ അവിടെ പുല്ലിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു ഇങ്ങനെ പറക്കുന്നത്. അത് പിച്ചി എടുത്തൊക്കെ ചെറിയ ആൾക്ക് കൊടുക്കാൻ വേണ്ടി. ആൾ മണ്ണിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെരുപ്പിട്ടിട്ട്. അവളങ്ങനെ പുറത്തൊന്നും ഇങ്ങനെ മണ്ണിലിങ്ങനെ നടന്നിതായിട്ടില്ലാത്തതുകൊണ്ട് അവിടെ മണ്ണ് വാരി കളിയൊക്കെ ആയി. ഞങ്ങൾ പിന്നെ കുറേ നേരമൊക്കെ അവിടെ തന്നെ നിന്നു. ആ പുല്ലൊക്കെ കുറച്ച് കൊടുത്തു. അപ്പോൾ മൂത്താൾ പറഞ്ഞു എനിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇത് അവൾക്ക് കൊടുക്കാം, അപ്പൂന് അവൾക്ക് കളിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ അത് കണ്ടിട്ട് ഓടി മണ്ണ് വാരലും ഇതൊക്കെ ആയി. പിന്നെ ആ ചെരുപ്പ് ഊരി കൊടുത്തു. അപ്പോൾ അവൾക്ക് ഒത്തിക്കൂടെ എളുപ്പമായി നടക്കാൻ. അതുമായിട്ട് നടന്ന് ഞങ്ങൾ ഒത്തിക്കൂടെ അങ്ങോട്ടാണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ദൂരം നടക്കാനും കളിക്കാനും ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആ വെള്ളത്തിൽ കുളിക്കാനൊക്കെ ആയിട്ട്. ചൂടുകാലം ആകുമ്പോൾ നന്നായിട്ട് വറ്റും. മഴക്കാലം ആകുമ്പോഴത്തേക്കും അവിടെ നിറയെ വെള്ളമായിരിക്കും, അങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് നടന്നു. അതിനുശേഷം വെള്ളത്തിലോട്ടിറങ്ങി. വെള്ളത്തിൽ ചെറിയ ആൾ ഇറങ്ങത്തില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ആൾ ഇറങ്ങി. ആളിനൊരു ത്രില്ല് കണക്ക്. ആദ്യം പേടിയായിരുന്നു, വെള്ളമെന്ന് പറയുമ്പോഴത്തേക്ക് കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ഇപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകണമെന്നുള്ളൊരു ഇതായിരുന്നു. 2 ആളെ ഒറ്റയ്ക്ക് വിടാൻ പാടായതുകൊണ്ട് അവർ 2-3 പേരും കൂടെ ഒരുമിച്ച് എന്നാലും കല്ലു അങ്ങോട്ട് നടക്കാൻ ശ്രമിച്ചു. എന്നിട്ട് തിരിച്ച് അപ്പോഴത്തേക്കും സൂര്യനൊക്കെ അസ്തമിച്ച് വരുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ആ സൂര്യൻ്റെ അസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കല്ലും അപ്പം കുളിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ ആ വെള്ളത്തിലിരുത്താൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കുളിച്ചിട്ട് വന്നതല്ലേ, പിന്നെ ഈ വെള്ളത്തിൽ കളിച്ച് ജലദോഷമോ പനിയോ ഒന്നും ആക്കണ്ട എന്ന് പറഞ്ഞു. കാലും കെട്ട് കഴുകിയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, കൈവിട്ട് നടക്കണം. അവർക്ക് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഉള്ളിലോട്ട് ആഴമുണ്ട്, എന്നാലും സൈഡിലൊക്കെ കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. എന്നിട്ട് കല്ലുവാണെങ്കിൽ ഓടി അങ്ങോട്ട് പോവുകയാണ് ആഴത്തിലോട്ട്. വഴക്കൊക്കെ പറഞ്ഞെങ്കിലും കൈ 2 പിടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിർത്തി. പിന്നെ അവൾ അവിടെ വെള്ളത്തിലിരുന്ന് നനയ്ക്കുമെന്നോ ആയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ കയറി. ഓക്കെ ഫ്രണ്ട്സ്, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.